മതിൽക്കെട്ടുകൾ പണിയപ്പെടേണ്ടത് അത് പ്രാർത്ഥനയോടുകൂടെയും ആരാധനയിൽ കൂടെയും ജീവിത സമർപ്പണത്തിൽ കൂടെയും എന്ന് വ്യക്തമായി നാം പഠിക്കേണ്ടായി. ഈ മൂന്നാമത്തെ രാത്രിയാമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും ഇന്ന് അല്പസമയം ധ്യാനിക്കുവാനുള്ള ധ്യാനചിന്ത എന്നത് വിശപ്പിൻ്റെ വേദന തിരിച്ചറിയുക എന്നതാണ്. നോമ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നാം എല്ലാവരും അല്പമൊന്ന് മാറ്റിവെക്കാറ്. നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, മത്സ്യമാംസാദികൾ നിറയപ്പെട്ട ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഈ നോമ്പ് നാളുകളിൽ നാം ഉപേക്ഷിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നാം ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഇന്നത്തെ ധ്യാനത്തിൽ കൂടെ നാം കടന്നു പോകുന്നത്. വിശപ്പിൻ്റെ വേദനയെ തിരിച്ചറിയുക എന്നത്. വിശപ്പിൻ്റെ വേദന തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ നാവിന് സ്വാദ് ഏറുന്നത് ആയിരുന്നിട്ട് പോലും അതിൻ്റെ ജീവിതത്തിന് അത്രമേൽ സ്വാദും സന്തോഷം നൽകുന്നത് ആയിരുന്നിട്ട് പോലും അതിനെ ഉപേക്ഷിക്കുവാനായി എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ വിശപ്പിൻ്റെ വേദനകളെ തിരിച്ചറിഞ്ഞുള്ള ഒരു യാത്ര ഈ നോമ്പിൽ അർത്ഥപൂർണമായി അനുഭവിക്കുവാനും നമുക്ക് കഴിയും എന്നത് തന്നെയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പട്ടിണിയിൽ കിടക്കുന്ന ഒത്തിരി ജനതയെ നാം സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്, മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു നേരത്തിന് പോലും ഭക്ഷണമില്ലാതിരിക്കുന്ന ജനത ഭക്ഷിക്കുവാനായിട്ട് ആഗ്രഹം പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മാറ്റിവെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടെ ആ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന വ്യക്തികൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുവാൻ, അന്നം കൊടുക്കുവാൻ എനിക്ക് കഴിയണം. അതാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 58-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്: വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഉപവാസം? എന്താണ് യഥാർത്ഥത്തിൽ നോമ്പ്? ഒത്തിരി കാര്യങ്ങൾ യെശയ്യാ 58-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമുള്ള ഒന്ന് ആണ് വിശക്കുന്നവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക. വിശപ്പുള്ള എൻ്റെ സ്നേഹിതനും വിശന്നിരിക്കുന്ന എൻ്റെ അയൽക്കാരനും വിശന്നിരിക്കുന്ന എൻ്റെ സഹജീവിക്കും എൻ്റെ അപ്പം ഞാൻ ഒന്ന് പകുത്തു കൊടുക്കുമ്പോൾ എന്താണ് വിശപ്പിൻ്റെ വേദന എന്ന് തിരിച്ചറിയുവാനായി നമുക്ക് കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കുകയാണെങ്കിൽ വിശപ്പിൻ്റെ വേദന മനസ്സിലാക്കി വിശപ്പിന് സമൃദ്ധമായ ആഹാരം കൊടുത്ത ദൈവസ്നേഹത്തിൻ്റെ ഒരു കരുതൽ വേദപുസ്തകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളായി വെളിപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യപ്പെടുന്ന ഇസ്രായേൽ ജനം വിശന്ന് വലഞ്ഞ് ദൈവത്തിനെതിരായി പിറുപിറുക്കുകയാണ്. അവർ വിശപ്പിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ ആ വേദന ദൈവത്തോടുകൂടെ അവർ പങ്കുവെക്കുകയാണ്. അത് പിറുപിറുപ്പോടുകൂടിയാണ് എങ്കിലും അവർ ആ വിശപ്പിൻ്റെ വേദന സഹിക്കുവാൻ കഴിയാതെ വണ്ണം ആ വിശപ്പിൻ്റെ ത്യാഗം, വിശപ്പിൻ്റെ വേദന ദൈവത്തോടുകൂടെ അവർ അറിയിക്കുമ്പോൾ, മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ ദൈവം അവരുടെ വേദന, വിശപ്പിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് സമൃദ്ധമായ ആഹാരം മരുഭൂമിയിൽ കൊടുത്തു എന്നതാണ്. മന്നയും കാടപ്പക്ഷിയും കൊടുക്കുന്നതിൽ കൂടെ ദൈവമായ കർത്താവ് സമൂഹത്തിൻ്റെ, ജനതയുടെ, മനുഷ്യരുടെ വിശപ്പിൻ്റെ വേദന ഒന്ന് തിരിച്ചറിയുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ എനിക്കുമുണ്ടാകേണ്ടതും അത് തന്നെയാണ്. വിശപ്പിൻ്റെ, എൻ്റെ സഹമനുഷ്യൻ്റെ, എൻ്റെ സ്നേഹിതൻ്റെ, എൻ്റെ അയൽക്കാരൻ്റെ വിശപ്പിൻ്റെ വേദന ഒന്ന് ഈ നാളുകളിൽ തിരിച്ചറിയുവാനായിട്ട്, അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. തുടർന്ന് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മർക്കോസ് സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ഒരു വലിയ ജനസമൂഹം, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെയും യേശുവിൻ്റെ അടുക്കൽ ആയിരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. യേശുവിനോടുകൂടെ അല്പസമയം ചെലവിടുന്നുണ്ട്. ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോടുകൂടെ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. 6-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം:
ഭക്ഷിക്കുവാൻ ഇല്ലായ്കയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിക്കുവാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ. ഈ വന്നിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ വിശപ്പിൻ്റെ വേദന, വിശപ്പിൻ്റെ അനുഭവം ശിഷ്യന്മാർ തിരിച്ചറിയുകയാണ്. ആ ശിഷ്യന്മാർ അവിടെ വിശപ്പ് തിരിച്ചറിഞ്ഞ് അവരുടേതായ വിശപ്പിൻ്റെ അവസ്ഥ യേശുവിനോടുകൂടെ പങ്കുവെക്കുന്നുണ്ട്. അവരെ ഇവിടെ നിന്നും ഈ മരുഭൂമിയിൽ നിന്ന് പറഞ്ഞേക്കണമേ. ഈ വല്ലാത്ത ഇടത്തു നിന്നും, ഈ ഒരു ത്യാഗപൂർണമായ ഇടത്തു നിന്നും, ഈ ഭക്ഷണമില്ലാത്ത ഇടത്തു നിന്നും ഭക്ഷണമുള്ള ഒരിടത്തേക്ക് അവർ പോയി ഭക്ഷണം കണ്ടെത്തുവാൻ, അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഭക്ഷിക്കുവാനില്ലാകിയാൽ അവർ ചുറ്റുമുള്ള ഊരുകളിൽ പോയി, പട്ടണങ്ങളിൽ പോയി അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തുവാൻ തക്കവിധം അവരെ ഒന്ന് പറഞ്ഞേക്കണം. പ്രിയമുള്ളവരെ, കർത്താവായ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശന്നിരിക്കുന്നവന് അപ്പം കൊടുക്കുക എന്നത് തന്നെയാണ്. ആ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുപ്പിൻ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുപ്പിൻ എന്ന് പറയുമ്പോഴും ആ ശിഷ്യന്മാർ കൈമലർത്തുന്ന, കർത്താവേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. സഹമനുഷ്യൻ്റെ വിശപ്പിൻ്റെ വേദന മനസ്സിലാക്കുമ്പോഴും അതിൽ ആശ്വാസമായി ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയാതെ വണ്ണം അവർ കൈമലർത്തി പറയുകയാണ്, നാഥ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഈ വരുന്ന 5000 പുരുഷാരത്തിൻ്റെ വിശപ്പ് അടക്കുവാനായി കേവലം ഉള്ള അപ്പം കൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഞങ്ങൾ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. എല്ലാവരുടെ കരങ്ങൾ ശൂന്യമാണ്. എല്ലാവരും വിശപ്പിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ്. ഒരേ ഒരു ബാലകൻ്റെ കയ്യിൽ മാത്രം 5 അപ്പം 2 മീനും നിറയപ്പെടുമ്പോൾ അവർ അവിടെയും നിരാശ ജലിപ്പിക്കുന്ന ശബ്ദത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, അത് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവൻ. നോക്കുക, കർത്താവേ ക്രിസ്തു വിശപ്പിൻ്റെ വേദന അവിടെ തിരിച്ചറിയുകയാണ്. വിശക്കുന്നവൻ്റെ വിശപ്പിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുകയാണ്. വിശക്കുന്നവനെ വെറും കൈയോടുകൂടെ പറഞ്ഞയക്കുവാൻ മനസ്സില്ലാതെ, വിശക്കുന്നവനെ അട്ടിപ്പായിക്കുവാൻ മനസ്സില്ലാതെ, വിശക്കുന്നവനെ അകറ്റി നിർത്തുവാൻ മനസ്സ് കാണിക്കാതെ കർത്താവായ ക്രിസ്തു ആ 5 അപ്പം 2 മീനും തൻ്റെ കയ്യിലേന്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്രമീകരണം ചെയ്യുന്നു. 41-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയും, അവൻ ആ 5 അപ്പം 2 മീനും എടുത്ത് സ്വർഗത്തെ നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ച് കൊടുത്തു. 5000-ത്തിലധികം ഒരു പുരുഷാരം മരുഭൂമിയിൽ വിശപ്പിൻ്റെ വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ, വിശന്ന് ക്ഷീണാവസ്ഥയിലായിരിക്കുമ്പോൾ, അവരുടെ മടക്കി യാത്ര അത്രയേറെ സുഖകരമായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവായ ക്രിസ്തു തൻ്റെ കയ്യിലുണ്ടായിരുന്ന, തൻ്റെ കയ്യിൽ ലഭ്യമായ 5 അപ്പം എടുത്തും 2 മീനും എടുത്തും വാഴ്ത്തി സ്തുതിച്ച് ഒരു വലിയ പുരുഷാരത്തിന് കൊടുക്കുമ്പോൾ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശപ്പിൻ്റെ വേദന തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നോമ്പിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയണം. വിശക്കുന്നവൻ്റെ വേദന, വിശന്നിരിക്കുന്നവനെ കണ്ടെത്തുവാനായി, അവനെ ഭക്ഷിക്കുവാൻ കൊടുക്കുവാനായി നമുക്ക് കഴിയണം. മത്സ്യമാംസാദികൾ ഒഴിവാക്കുമ്പോൾ, ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ, അതിൽ നമുക്ക് ലഭ്യമാകുന്ന ഒഴിവാക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുഖാന്തരങ്ങൾ വിശക്കുന്നവന് വേണ്ടി, വിശക്കുന്നവൻ്റെ അന്നത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ എൻ്റെ നോമ്പ് അർത്ഥപൂർണമായ ഒരു നോമ്പായിത്തീരും എന്നത് തന്നെയാണ്. ഓരോ നോമ്പ് ആരാധനകളിലും ദേവാലയത്തിൽ ശേഖരിക്കപ്പെടുന്നതായ ദാനനർമ്മം, അതിൻ്റെ വഴിപാട്, നിങ്ങൾ അർപ്പിക്കുന്നതായ നേർച്ചകൾ, അത് സാധാരണ ജനങ്ങളുടെ കരങ്ങളിലേക്ക് സഭയ്ക്ക് എത്തിക്കുവാൻ കഴിയുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ് വിശക്കുന്നവന് ഒരു നേരത്തെ അഗ്നം കൊടുക്കുക എന്നത്. സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ്. പരസഹായമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യനെ അല്പമൊന്ന് കൈത്താങ്ങ് കൊടുത്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നതും സഭാവിശ്വാസികൾ ആഗ്രഹിക്കുന്നതും. അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് ആരാധനകളിൽ വഴിപാടുകളും നേർച്ചകളും ദൈവസന്നിധിയിൽ ഞാൻ ഉപേക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഒരു വിഹിതം കർത്താവിൻ്റെ ആലയത്തിലേക്ക് സമർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൽ ഞാനും നിങ്ങളും ഓർമ്മിച്ചെടുക്കേണ്ടതും ഓർത്തെടുക്കേണ്ടതും എൻ്റെ ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കേണ്ടതും, വിശക്കുന്നവൻ്റെ വേദന നീ ഒന്ന് തിരിച്ചറിയണം. വിശക്കുന്നവൻ്റെ വേദന ഞാൻ ഒന്ന് തിരിച്ചറിയണം. സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിച്ച് രാജകീയമായ ജീവിത തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുക അല്ല നോമ്പ് എന്ന് പറയുന്നത്.
എല്ലാം വിട്ടുപേക്ഷിക്കുന്ന, എല്ലാം ത്യജിച്ച് കളയുന്ന, സുഖലോലുഭവമാകുന്ന ജീവിതത്തെ അല്പം ഒന്ന് മാറ്റിവെക്കപ്പെടുന്ന, രാജകീയമാകുന്ന ജീവിതത്തെ പൂർണ്ണമായി മാറ്റിവെക്കപ്പെടുന്ന, വെണ്ണീരിൽ കിടക്കപ്പെടുന്ന, അപ്പം നുറുക്കിക്കൊടുക്കുന്ന, അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന, ഹൃദയം കീറുന്ന ഒരനുഭവത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നോമ്പ് തന്നെയാണ് നാം എല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. ആ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശക്കുന്നവൻ്റെ വേദന നീ ഒന്ന് തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിൽ ഓരോ മതിൽക്കെട്ടുകൾ പണിതുയർത്തുമ്പോഴും, എൻ്റെ ജീവിതത്തിൽ അടുത്തു വരുന്നതായ പിശാചിൻ്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മതിൽക്കെട്ടുകൾ, പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിത സമർപ്പണത്തിൻ്റെയും മതിൽക്കെട്ടുകൾ പടുത്തുയർത്തുമ്പോഴും തിരിച്ചറിയണം, ഈ മതിൽക്കെട്ടിനകത്ത് ഞാൻ സുരക്ഷിതമാകുമ്പോൾ ഈ മതിൽക്കെട്ടിന് അകത്ത് തന്നെ വിശന്നിരിക്കുന്നൊരു സമൂഹമുണ്ട്, മരുഭൂകണക്ക് ജീവിക്കുന്നൊരു സമൂഹമുണ്ട്, വ്യക്തികളുണ്ട്, അന്നത്തിന് വേണ്ടി യാചിക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടെ നമ്മുടെ മുൻപിൽ കരങ്ങൾ നീട്ടുന്നവരുണ്ട്. അവരെ ഒന്ന് തിരിച്ചറിയണം. മതിൽക്കെട്ടുകൾ പണിഞ്ഞ് അവിടെ എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുക മാത്രമല്ല, ആ മതിൽക്കെട്ടുകൾ അകത്തും എൻ്റെ അടുക്കലുണ്ടായിരിക്കുന്ന സാധാരണ ജനതയുടെ വിശപ്പ് തിരിച്ചറിഞ്ഞ്, അവൻ്റെ വേദന തിരിച്ചറിഞ്ഞ് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ നോമ്പിൽ നമുക്കൊരുങ്ങാം. നാളുകൾ മുന്നോട്ട് കടക്കുമ്പോൾ പ്രാർത്ഥനയും ആരാധനയും വചനവായനയും മാത്രം ആക്കി തീർക്കാതെ, ഈ നോമ്പ് ആക്കി തീർക്കാതെ, ദാനധർമ്മത്തിൻ്റെയും വിശക്കുന്നവൻ്റെ വേദന തിരിച്ചറിയുന്ന ഒരു നോമ്പ് കൂടെ ഈ നാളുകളിൽ പ്രിയമുള്ളവരെ നമുക്കൊന്ന് കാഴ്ചവെക്കാം. ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. യെശയ്യാവ് പറയുകയുണ്ടായി, വിശക്കുന്നവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക. കർത്താവ് ചോദിക്കുകയാണ്, എന്താണ് ഉപവാസം? അവിടെ വചനം തന്നെ പറയുന്നുണ്ട്, വിശക്കുന്നവനെ നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുകയാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം. ഈ നാളുകളിൽ നമുക്ക് അത്തരത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടാം. എൻ്റെ സഹമനുഷ്യൻ്റെ വിശപ്പ് നമുക്ക് അന്വേഷിക്കാം, അവൻ്റെ വിശപ്പിന് അന്നം കൊടുക്കാം, അവൻ്റെ വിശപ്പിന് നമുക്ക് ആവശ്യമായത് നമുക്ക് നൽകി കൊടുക്കാം. അവനെ ഒന്ന് നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ നോമ്പിനോട് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. അർത്ഥപൂർണ്ണമായി നോമ്പ് അനുഷ്ഠിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേൽക്കാം. ധ്യാനത്തിൻ്റെ 3-ാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, വിശക്കുന്നവൻ്റെ വേദന തിരിച്ചറിയുക.